എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട്. ഗ്യാസ് ബുക്കിംഗിൽ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. 2 ദിവസം മേലെയായാൽ വീണ്ടും ബുക്ക് ചെയ്യണം. നിലവിലുള്ള നിയന്ത്രണം അതുപോലെ തന്നെ KYC ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒരു അവസാന തീയതി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഓണക്കാലത്ത് ഗ്യാസ് സിലിണ്ടർ ക്ഷാമമെന്ന ആശങ്കയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പറയുന്നത്. പാചകവാതക KYC ചെയ്യാത്തവർക്ക് ഓഗസ്റ്റ് 15-ന് ശേഷം ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഗ്യാസ് ഏജൻസികൾ നൽകുന്നത്. മതിയായ സാവകാശം നൽകാതെയും പ്രായമായവർക്കും സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവർക്കും ബദൽ മാർഗം കാര്യക്ഷമമാക്കാതെയും ഗാർഹിക ഗ്യാസ് സിലിണ്ടർ വിതരണം നിർത്താനൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ആഗസ്റ്റ് 16 മുതൽ ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല. ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കളുടെ ഫോണിലേക്ക് അറിയിപ്പ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആഗസ്റ്റ് 15-നകം KYC പൂർത്തിയാക്കാത്തവർക്ക് ഗാർഹിക നിരക്കിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്നാണ് അറിയിപ്പിലുള്ളത്. ഇന്ത്യൻ, HP, ഭാരത് തുടങ്ങി എല്ലാ കമ്പനികളും ഇതിൽ ഉൾപ്പെടും. 2024-ലാണ് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നതിന് KYC പൂർത്തീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത്. എന്നാൽ ഇത് നിർബന്ധമാക്കാത്തതിനാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ KYC ചെയ്തിരുന്നില്ല. ഗ്യാസ് വില കുത്തനെ കൂട്ടി സബ്സിഡി വെട്ടിക്കുറച്ചുമുള്ള ജനദ്രോഹ നിലപാടുകൾ തുടരുന്നതിനിടെയാണ് പുതിയ ഈ നിബന്ധന. PM ഉജ്ജൽ യോജന അടക്കമുള്ള ഗ്യാസ് സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയിലെ ഗുണഭോക്താക്കളെയും വെട്ടിക്കിലാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഈ ഉത്തരവ്. നിലവിൽ ഈ KYC പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുന്നത്. കണക്ഷൻ ഉടമ മരിച്ചെങ്കിൽ ഉടമസ്ഥാവകാശം മാറ്റി പ്രക്രിയ പൂർത്തീകരിക്കാൻ സമയം വേണ്ടിവരും. ഇത്തരം പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയാണ് പുതിയ സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ KYC പൂർത്തിയാക്കേണ്ട വഴികൾ ഇനി പറയുന്നവയാണ്. 1. ഗ്യാസ് ഏജൻസിയുടെ മൊബൈൽ ആപ്പ് മുഖേന സ്വന്തമായി ചെയ്യാൻ കഴിയും. ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ആധാർ ഫേസ് RD എന്ന മറ്റൊരു ആപ്പ് കൂടി ഉപയോഗിച്ച് ഫേസ് ഒതന്റിക്കേഷനിലൂടെയാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത്. 2ാമത്തെ മാർഗം ബന്ധപ്പെട്ട ഗ്യാസ് വിതരണ ഏജൻസിയിൽ നേരിട്ടെത്തി നടപടി പൂർത്തീകരിക്കാം. 3ാമത്തേത് ഗ്യാസ് വിതരണം ചെയ്യുന്ന ഡെലിവറി ഏജന്റുമാരുടെ പക്കലുള്ള ഉപകരണം ഉപയോഗിച്ചും KYC നടപടി പൂർത്തീകരിക്കാം. എന്നാൽ എല്ലാ വിതരണക്കാരുടെ കയ്യിലും ഇതില്ല. KYC പൂർത്തീകരിക്കാൻ അക്ഷയ CSC കേന്ദ്രങ്ങളെ സമീപിക്കാനും കഴിയുന്നതാണ്. ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏജൻസികളിൽ നിന്നും പാചകവാതക സിലിണ്ടർ 2 ദിവസത്തിൽ കൂടുതൽ വൈകിയാൽ ബുക്കിംഗ് റദ്ദാക്കുന്ന രീതി ആരംഭിച്ചതോടെ കേരളത്തിലെ ഉപഭോക്താക്കൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഓണക്കാലം എത്തുന്നതോടെ LPG സിലിണ്ടർ ക്ഷാമത്തിനു ഇത് കാരണമാകുന്നുണ്ട് എന്ന ആശങ്കയുണ്ട്. ഉപയോക്താക്കൾ ബുക്ക് ചെയ്ത ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടും ഏജൻസി വിതരണം ചെയ്തില്ലെങ്കിൽ എണ്ണ കമ്പനി തന്നെ ബുക്കിംഗ് റദ്ദാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രതിദിനം 3000 സിലിണ്ടറുകൾ വരെ ഇങ്ങനെ റദ്ദാക്കപ്പെടുന്നതായി ഏജൻസികളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ഉപഭോക്താവ് വീണ്ടും ബുക്കിംഗ് നടത്തണം. ഇത് മനസ്സിലാക്കാനാവാതെ വിതരണ ഏജൻസികളും ഉപഭോക്താക്കളും തമ്മിൽ വിതരണ വാഹനത്തിനടുത്തും ഓഫീസുകളിലും തർക്കമുണ്ടാകുന്ന സാഹചര്യവുമുണ്ട്. നിലവിൽ ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവും നഗരപ്രദേശങ്ങളിൽ 50 ദിവസവും ബുക്കിംഗ് കാലാവധിയും ഉണ്ട്. BPCLന് കീഴിലുള്ള ഭാരത് ഗ്യാസ് ഏജൻസികളിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ. BPCLന് മാത്രം കേരളത്തിൽ 100ഓളം ഏജൻസികളുണ്ട്. കാലവർഷം കെടുതിയും പ്രളയവും മറ്റു സാഹചര്യവും കാരണം ബുക്കിംഗ് ചെയ്ത എല്ലാവർക്കും 2 ദിവസത്തിനകം സിലിണ്ടർ വിതരണം പൂർത്തിയാക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഏജൻസി അധികൃതരുടെ വാദം ഇങ്ങനെയാണ്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നുണ്ട് എങ്കിലും അത്തരം രേഖാമൂലമുള്ള നിർദ്ദേശങ്ങളൊന്നും നിലവിലില്ല. അതേസമയം ഇക്കാര്യത്തെക്കുറിച്ച് BPCLന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുകൂടാതെ ഗ്യാസ് ഏജൻസികളിൽ നിന്നും സുരക്ഷാ പരിശോധന എന്ന പേരിൽ ജീവനക്കാർ വീടുകളിൽ എത്തുന്നുണ്ട്. 286 രൂപ GST അടക്കം ഇതിന് നൽകേണ്ടതുണ്ട്. കൂടാതെ സുരക്ഷാ കാരണങ്ങളാൽ ഉപകരണങ്ങൾ, അതായത് പൈപ്പും സിലിണ്ടറിന്റെ റെഗുലേറ്ററും മാറ്റേണ്ടി വന്നാൽ അധിക ചാർജ് കൂടി നൽകേണ്ടി വരും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരെ.